PSC എക്സാമുകളിലെ ആവർത്തിച്ച് വന്നിരിക്കുന്ന പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണിത്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഭൂമിക്കപ്പുറത്ത് ജീവൻ്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? അപ്പം അത് യൂറോപ്പ ക്ലീപ്പർ എന്നാണ്. ഭൂമിക്കപ്പുറത്ത് ജീവൻ്റെ സാധ്യത അന്വേഷിക്കാൻ വേണ്ടി 2024 ഒക്ടോബർ 14 വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ. അടുത്ത ചോദ്യം, 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീൽ ആണ്. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. അടുത്തിടെ തിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന. തിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ്റ് നോമയിൽ എത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻ്റെ ക്രിസ് ബ്രൗൺ. ഭൂമിയിൽ ഏറ്റവും വിദൂര സ്ഥലമാണ് പോയിൻ്റ് നെമോ. അവിടെ എത്തിയതാണ് ക്രിസ് ബ്രൗൺ. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോവ്. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് ഗാരി കാസ്പറോവ്. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യമാണ് ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യമാണ് ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126-ാം സ്ഥാനമാണ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 143-ാമതാണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1-ാമതെത്തിയ രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡാണ്. ഐക്യരാഷ്ട്രസഭയുടെ മാനവ വികസന സൂചികയിൽ 1-ാമതെത്തിയത് സ്വിറ്റ്സർലൻഡാണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 134. അടുത്തത് ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ജെഫ് ബെസോസ്. ലോകവ്യാപാര സംഘടന അല്ലെങ്കിൽ WTOയിൽ അംഗമായ പുതിയ രാജ്യമാണ് തിമോർ ലെസ്റ്റെ കോമറസ്. നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചാണ് പൊഖാറ. നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമാണ് പൊഖാറ. ഇന്ത്യയിൽ ആദ്യത്തെ 3D പ്രിൻ്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം സൗദി അറേബ്യയാണ്. ആദ്യ 3D പ്രിൻ്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യമാണ് സൗദി അറേബ്യ. മനുഷ്യനെ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർടെമസ്. മനുഷ്യനെ അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർടെമിസ്. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകം ആണ് ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകമാണ് ഒഡീസിയസ്. അടുത്തത് ലൈഫ് മൈ സ്റ്റോറി ത്രോ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. മൈ സ്റ്റോറി ത്രോ ഹിസ്റ്ററി, ഫ്രാൻസിസ് മാർപ്പാപ്പ. ലൈഫ് മൈ സ്റ്റോറി ത്രോ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനം, അതായത് ഏപ്രിൽ 23 പ്രമേയമാണ് റീഡ് യുവർ വേ. എന്താണ് അതിൻ്റെ പ്രമേയം പറയുന്നത്? റീഡ് യുവർ വേ എന്നാണ്. 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനം ഏപ്രിൽ 23 പ്രമേയമാണ് റീഡ് യുവർ വേ. അടുത്തത്, യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരമാണ് സ്ട്രാസ്ബർഗ്. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ്. 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലോക ഭൗമദിനം എന്നാണ്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാനറ്റ് vs പ്ലാസ്റ്റിക്.
പ്ലാനറ്റ് vs പ്ലാസ്റ്റിക്. 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം ഏപ്രിൽ 22 ലോക ഭൗമദിനം. അതിൻ്റെ പ്രമേയം പ്ലാനറ്റ് vs പ്ലാസ്റ്റിക്. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽനക്ഷത്രമാണ് ഡബിൾ ധൂമകേതു. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽനക്ഷത്രമാണ് ഡബിൾ ധൂമകേതു. 2024 ഏപ്രിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന രാജ്യമാണ് ഇറ്റലിയിലെ കാപ്രി ദ്വീപിലാണ്. 2024 ഏപ്രിലിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നത് ഇറ്റലിയിലെ കാപ്രി ദ്വീപിലാണ്. കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിൻ്റെ കിത്തും ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കെനിയ. കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന എൽഗോൺ പർവ്വതത്തിൻ്റെ കിത്തും ഗുഹ സ്ഥിതി ചെയ്യുന്നതാണ് കെനിയ. ഇറാൻ്റെ സഹായത്തോടുകൂടി നിർമ്മിച്ച ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ്? ശ്രീലങ്കയിലാണ്. ഇറാൻ്റെ സഹായത്തോടെ നിർമ്മിച്ചിട്ടുള്ള ഉമാ ഓയ ജലവൈദ്യുത പദ്ധതി ശ്രീലങ്കയിലാണ്. വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ നഗരമാണ് വെനീസ്. ഇറ്റലിയിലെ വെനീസ് ആണ് വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ നഗരമാണ് വെനീസ്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം റൊമാനിയ. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യമാണ് റൊമാനിയ. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ്. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ്. റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൽസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉക്രൈനിലാണ്. റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൽസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഉക്രൈനാണ്. എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഹാർട്ട്ഫീൽഡ്. ജാക്സൺ അറ്റ്ലാന്റിക് അന്താരാഷ്ട്ര വിമാനത്താവളം USA. ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ അന്താരാഷ്ട്ര വിമാനത്താവളം USA. 2024 ഏപ്രിൽ 17 പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരമാണ് അൽ ബാഷ കൊട്ടാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരമാണ് അൽ ബാഷ കൊട്ടാരം. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബിയിലാണ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദിയാണ് അബുദാബി. അടുത്തത് സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ഏറ്റവും മികച്ച വിമാനത്താവളമാണ് ഹമദ്. ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. IMF മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ക്രിസ്റ്റലീന ജോർജീവ. IMF മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ക്രിസ്റ്റലീന ജോർജീവ. ലോകത്ത് ആദ്യമായി മെനിഞ്ചറ്റിസിനെതിരെ MEN5CV എന്ന വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് നൈജീരിയ. ലോകത്താദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV എന്ന വാക്സിൻ പുറത്തിറക്കിയ രാജ്യമാണ് നൈജീരിയ. യൂറോപ്യൻ ജാപ്പനീസ് സ്പേസ് ഏജൻസികളുടെ ബുധൻ ഗ്രഹത്തിലേക്കുള്ള സംയുക്ത ദൗത്യമാണ് ബെപി കൊളംബോ. യൂറോപ്യൻ ജാപ്പനീസ് സ്പേസ് ഏജൻസികളുടെ ബുധൻ ഗ്രഹത്തിലേക്കുള്ള ദൗത്യമാണ് ബെബി കൊളംബോ. ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ജൂഡിത്ത് സുമിൻല തുലൂക്ക? അത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ജൂഡിത്ത് സുമിൻവ തുലൂക്ക? അത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ആണ്. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.